നമസ്തേ, ജ്യോതിഷജാലകം ചാനലിലേക്ക് സ്വാഗതം. നവഗ്രഹങ്ങളിലെ ചൊവ്വയും ശനിയും പരസ്പരം ദൃഷ്ടി ചെയ്യുമ്പോഴോ രാശിചക്രത്തിലെ ഒരു രാശിയിൽ ഒരുമിച്ച് വരുമ്പോഴോ ആണ് അഗ്നിമാരുത യോഗം ഉണ്ടാകുന്നത്. ഈ യോഗം വളരെ അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ശനി ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ്. അതിൻ്റെ അന്തരീക്ഷം വിഷവാതകങ്ങളും മഞ്ഞുകട്ടകളും നിറഞ്ഞിരിക്കുന്നു. അതിനാൽ ശനിയെ വായുവിൻ്റെ പ്രതീകമായി കാണുന്നു. ചൊവ്വ ഭൂമിയുടെ അടുത്തുള്ള ഗ്രഹമാണ്. ചുവന്ന നിറമുള്ള ഈ ഗ്രഹത്തെ അഗ്നിയുടെ പ്രതീകമായി കാണുന്നു. അഗ്നിയും വായുവും ഒരുമിച്ചാകുമ്പോൾ അപകടകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. ഒരു സാധാരണ മനുഷ്യൻ അവൻ്റെ ദേഷ്യം വളർത്തിക്കൊണ്ടായിരിക്കും അഗ്നിമാരുത യോഗം പിടിമുറുക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അവന് പല വിധത്തിലുള്ള വെല്ലുവിളികളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വരികയും പരാജയ ഭീതി കാരണം നൈരാശ്യം ഒക്കെയും വന്നു ചേരാം. ചിലർക്ക് ആക്രമണ സ്വഭാവം, ആത്മഹത്യ പ്രവണത, കൊലപാതകം എന്നിവ നടത്താനുള്ള ത്വര കൂടും. എന്നാൽ ശനിയുടെ ഇഷ്ടരാശികളായ മകരം, കുംഭം, തുലാം എന്നീ രാശികളിൽ ഈ യോഗം വന്നാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. ചൊവ്വയുടെ ഇഷ്ടരാശികളായ മേടം, വൃശ്ചികം, മകരം എന്നീ രാശികളിലാണ് ഈ യോഗം വരുന്നത് എങ്കിലും ദോഷം കുറഞ്ഞിരിക്കും. താരതമ്യേന ദോഷം കുറയും എന്നല്ലാതെ ദോഷമില്ല എന്ന് അർത്ഥമാകുന്നില്ല. 2024 മാർച്ച് 15 മുതൽ ഏപ്രിൽ 23 വരെയുള്ള കാലഘട്ടം ശനിയും ചൊവ്വയും കുംഭം രാശിയിൽ യോഗം ചെയ്യുന്നു. കുംഭം രാശിയിൽ ആയതിനാൽ ദോഷങ്ങൾ കുറഞ്ഞിരിക്കും. എന്നിരുന്നാലും പ്രധാനമായും കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി അനുഭവിക്കുന്നവർ, ജാതകത്തിൽ ചൊവ്വയും ശനിയും കുംഭം രാശിയിൽ നിൽക്കുന്നവർ, ചൊവ്വാദശയിൽ ശനിയുടെ അപഹാരം നടക്കുന്നവർക്കും ശനിദശയിൽ ചൊവ്വയുടെ അപഹാരം നടക്കുന്നവർക്കും ഈ കാലഘട്ടത്തിലെ ജീവിതം പരീക്ഷണം ആയിരിക്കും. അഗ്നിമാരുത യോഗം കണക്കാക്കിയുള്ള ഓരോ രാശിയുടെയും പൊതുവായ ഫലമാണ് ഇവിടെ പറയുന്നത്. മേടം രാശി: അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ഗുണഫലങ്ങളായിരിക്കും കൂടുതൽ. സർക്കാർ ജോലിയിൽ ഉള്ളവർക്ക് ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർച്ച ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. പുതിയ ഭൂമിയോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. സന്താനഭാഗ്യം, ധനലാഭം, കീർത്തി എന്നിവയും ഈ സമയത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. അവിഹിത ബന്ധമില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യം വളരും. എന്നാൽ അവിഹിത ബന്ധം ഉള്ളവർക്ക് ഭീകരമായ അവസ്ഥ ആയിരിക്കും. ഇടവം രാശി: കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. ഈ കാലഘട്ടം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒന്നാണ്. ബന്ധുജനങ്ങളുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങളും ചിലപ്പോൾ കലഹങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. അവസരങ്ങൾ തുറന്നു വരുന്ന സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതിയിലും പുരോഗതി ഉണ്ടാകും. എന്നാൽ ജോലിസ്ഥലത്ത് ശ്രദ്ധിക്കണം. ശത്രുതയും തസ്കരഭയവും മാനഹാനിയും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. കർമ്മ മേഖലയിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ്. മിഥുനം രാശി: മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഈ സമയത്ത് അഗ്നി മൂലം വളരെയധികം ദോഷങ്ങൾ ഉണ്ടായേക്കാം. ഉഷ്ണരോഗങ്ങൾ, ഉയരത്തിൽ നിന്നുള്ള വീഴ്ച, മുറിവ് എന്നിവയും സംഭവിക്കാം. പണം, ആഭരണം എന്നിവ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ ഈ സമയം ക്ലേശകരമായിരിക്കും. വാഹനം ഓടിക്കുമ്പോൾ മറ്റും അഗ്നിശമന ഉപകരണങ്ങൾ കരുതുന്നത് ഉചിതമായിരിക്കും. വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധ ചെലുത്തുക. പർവ്വതാരോഹണം ഒക്കെ പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. കർക്കിടകം രാശി: പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. ഈ സമയത്ത് സ്ത്രീകൾ മൂലം മാനഹാനിയും ധനനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യവഹാരങ്ങളിൽ പരാജയവും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവവും വർദ്ധിക്കും. വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. വിഷഭയം, ഭക്ഷ്യവിഷബാധ, തൊഴിൽ നഷ്ടം, രോഗങ്ങൾ എന്നിവയും ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ സമയത്ത് ആയുധങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളിൽ നിന്നും ധനനേട്ടം ഉണ്ടാകും. ഈ സമയത്ത് സൈന്യത്തിൽ ചേരുന്നതിനും അനുകൂലമാണ്. സൈനികർക്ക് മികച്ച സമയം ആണ്. ചിങ്ങം രാശി: മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഈ സമയത്ത് കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും കഴിവതും ക്ഷമയോടെ പെരുമാറുക.
വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും അത് അത്ര സുഖകരമായിരിക്കില്ല. വിജയസാധ്യത ചിന്തനീയം. എന്നാൽ ദശാനാഥനെ പ്രീതിപ്പെടുത്തി വിജയസാധ്യത വർദ്ധിപ്പിക്കാവുന്നതാണ്. ഉദരനേത്ര രോഗങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അന്യസ്ത്രീ ബന്ധം ഉണ്ടാകും. താൽപ്പര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്നാൽ ഈ സമയത്ത് ചിലർക്ക് സ്ഥാനലബ്ധി, കീർത്തി, ശയനസുഖം എന്നിവ ലഭിക്കാൻ യോഗമുണ്ട്. കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി. ഈ സമയത്ത് രോഗങ്ങൾ മാറി ശരീരസുഖം ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അർഹമായ തൊഴിൽ ലഭിക്കും. സർവകാര്യ വിജയം, കുടുംബസുഖം, ധനലാഭം, ശത്രുക്കൾക്ക് ഹാനി, വ്യവഹാരങ്ങളിൽ വിജയം, ഭൂമി ലാഭം, പുതിയ വീട് എന്നിവയും ഈ സമയത്ത് ലഭിച്ചേക്കും. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഐക്യവും സന്തോഷവും നിലനിൽക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പുതിയ ഭൂമിയോ വീടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അനുകൂല സമയമാണ്. തുലാം രാശി. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. രോഗാദി ദുരിതങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. ശരീരത്തിൽ വീഴ്ച മൂലമോ അപകടം മൂലമോ മുറിവ് അല്ലെങ്കിൽ ഒടിവ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അവർക്ക് രോഗം, പഠനത്തിൽ തടസ്സം അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാം. സ്വത്ത് തർക്കം, തൊഴിൽ ക്ലേശം, ദമ്പതികൾ തമ്മിൽ ഐക്യമില്ലായ്മ, കേസ് വഴക്കുകൾ എന്നിവയും ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വത്ത് തർക്കത്തിന് പോകാൻ പറ്റിയ സമയമല്ല. ദേഷ്യം നിയന്ത്രിക്കുക വഴി വലിയ കഷ്ടങ്ങൾ മാറിപ്പോകും. ഈ സമയം വളരെ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. ക്ഷമയോടെയും ശ്രദ്ധയോടെയും കാര്യങ്ങൾ നേരിടാൻ ശ്രമിക്കുക. ദിനവും ഇഷ്ടദേവതാ ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ സമയത്ത് നിങ്ങൾക്ക് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പിരിമുറുക്കവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ദമ്പതികൾക്ക് വിവാഹമോചനം വരെ നേരിടേണ്ടി വന്നേക്കാം. ഉദരരോഗം, രക്തസംബന്ധമായ രോഗങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയും ഉണ്ടാകും. ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ സംഭവിക്കാനും അവ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തില്ല എങ്കിൽ തൊഴിൽ നഷ്ടപ്പെടാനും വരെ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തുക. മാതാവിന് ഈ സമയത്ത് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. കൃഷിയിൽ നഷ്ടം വരാനും വരുമാനം കുറയാനുമുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷികളും മൃഗങ്ങളും മൂലം നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ഈ സമയം വളരെ അനുകൂലമാണ്. ജോലിസ്ഥലത്ത് വിജയവും പുരോഗതിയും ലഭിക്കും. പുതിയ ജോലി ലഭിക്കാനോ സ്ഥാനക്കയറ്റം ലഭിക്കാനോ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ ഐക്യവും സ്നേഹവും നിലനിൽക്കും. നല്ല ആരോഗ്യവും ശരീരസുഖവും ലഭിക്കും. രുചികരമായ ഭക്ഷണം കഴിക്കാൻ യോഗമുണ്ട്. ദൈവാനുഗ്രഹം അനുഭവത്തിൽ വരും. സ്വപ്നം കണ്ട് വീട് വാങ്ങാൻ സാധിക്കും. അപ്രതീക്ഷിതമായി ഭാഗ്യം ലഭിക്കും. സന്താനങ്ങൾ ഇല്ലാതിരുന്നവർക്ക് ഈ സമയത്ത് സന്താനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയം നന്നായി പ്രയോജനപ്പെടുത്തുക. മകരം രാശി. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ഈ സമയത്ത് ചില അപകട സാധ്യതകളും നഷ്ടങ്ങളും നേരിടേണ്ടി വന്നേക്കാം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ നഷ്ടങ്ങൾ ഉണ്ടാക്കും. ഉന്നത തലങ്ങളിൽ നിന്നോ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നിന്നോ ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശിക്ഷ, പിഴ ഒക്കെയും വന്നേക്കാം. ചതിയിൽപ്പെടാതെ സൂക്ഷിക്കുക. ബന്ധുജനഹാനി സംഭവിച്ചേക്കും. അന്യസ്ത്രീ ബന്ധം ആരോപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷ്മതയോടെ വേണം അത്തരം ആരോപണങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. രോഗാദി ദുരിതം അനുഭവിക്കേണ്ടി വന്നേക്കാം. ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ അധികം ശ്രദ്ധിക്കുക. അനാവശ്യമായ വാക്കുകൾ, പ്രസ്താവനകൾ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അഗ്നിബാധയ്ക്ക് ഇരയായേക്കാം. കഴിവതും അഗ്നിയിൽ നിന്നും അകന്നു നിൽക്കുക. ശത്രുക്കളിൽ നിന്ന് ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുംഭം രാശി. അവിട്ടം അവസാന പകുതി, ചതയം, പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വാഹനം ഓടിക്കുന്നവർ ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. യാത്ര ചെയ്യുന്ന വാഹനത്തിന് തീപിടുത്തം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ബന്ധുക്കളിൽ നിന്ന് അകൽച്ച, ചിലരുടെ മരണം ഒക്കെയും ഉണ്ടായേക്കാം. ത്വക് രോഗങ്ങൾ ശല്യം ചെയ്തേക്കാം. ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ് ഒക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കുക. ബന്ധുക്കളുമായും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടാകാതെ ക്ഷമയോടെ
കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. മീനം രാശി. പൂരൂരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ഈ സമയത്ത് വിദേശയാത്ര, വിദേശത്തെ താമസം, വിദേശത്തെ ജോലി എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ എല്ലാവർക്കും ഇത് ഗുണകരമായിരിക്കില്ല. ചിലർക്ക് വിദേശയാത്രയിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഉദ്ദേശിച്ച ശമ്പളം ലഭിക്കാത്ത അവസ്ഥ, ഇടനിലക്കാരുടെ തെറ്റിദ്ധാരണ മൂലം ജോലിയിൽ മാറ്റം, ക്ലേശകരമായ അവസ്ഥ എന്നിവ ഉണ്ടാകാം. ജോലിസ്ഥലത്ത് പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകാൻ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ അകൽച്ച ഉണ്ടായേക്കാം. കോടതി കേസുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ശത്രുക്കളിൽ നിന്ന് ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടം അനുഭവിച്ചേക്കും. ഉഷ്ണരോഗങ്ങൾ ബാധിച്ചേക്കാം. അഭിമാനത്തിന് ഹാനി സംഭവിക്കാൻ സാധ്യതയുണ്ട്.